വെൽക്കം ടു അവർ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് മിസ് ഇന്ന് എന്തായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത് അല്ലേ? യെസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ടെൻഡർ ടച്ചിലായിരുന്നു നമ്മൾ പഠിച്ചില്ലേ? നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചു, അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? പക്ഷേ ഞാൻ നിങ്ങളോട് പാഠം പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ. നമ്മുടെ ടെൻഡർ ടച്ച് എന്ന് പറയുന്ന പാഠം നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ? അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ന് മിസ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് അതിലെ തോട്ട്സ് ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് നോക്കാം. നമുക്ക് അതിൽ കുറെ തോട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ ലെറ്റ്സ് സീ, നമ്മൾ ഇന്ന് ഒരു ചോദ്യമാണ് പഠിക്കാൻ പോകുന്നത്. ആരുടെ തോട്ടാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്നോ? ഇവിടെ നോക്കാം. റൈറ്റ് സാഷാസ് തോട്ട്സ്. ഓക്കെ, മറ്റാരതുമല്ല നമ്മുടെ സാഷ കുട്ടിയുടെ തോട്ട്സ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. സാഷ എന്ത് ചെയ്തു? നമ്മുടെ ഗേളിന് ഒരു ഉണ്ണിയപ്പൊക്കെ അവിടെ ഓഫർ ചെയ്തു അല്ലെ? സാഷ ആ കുട്ടിക്ക് ഉണ്ണിയപ്പൊക്കെ കൊടുക്കാൻ പോയി. ബട്ട് ദ ഗേൾ റാൻ അവേ. പക്ഷെ ഉണ്ണിയപ്പം കൊടുക്കാൻ പോയത് നമ്മുടെ കവിത എന്ത് ചെയ്തു? പേടിച്ചങ്ങ് ഓടിക്കളഞ്ഞു അല്ലെ? But the girl ran away without accepting it. What could be Sasha's thoughts? എന്തായിരിക്കും ആ സമയത്ത് നമ്മുടെ സാഷയുടെ മനസ്സിൽ എന്തായിരിക്കും വന്നിട്ടുണ്ടാവാ? That's a question. ആ സമയത്ത് എന്തായിരിക്കും നമ്മുടെ സാഷയുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവുക എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. എന്തൊക്കെ തോന്നിയിട്ടുണ്ടാവും? ആ ഉണ്ണിയപ്പെട്ട് വാങ്ങിയൂല, എന്തിനായിരിക്കും ആ കുട്ടി ഓടിയത് അല്ലെ? എവിടെയായിരിക്കും ആ കുട്ടി ഉള്ളത്? എന്തുകൊണ്ടായിരിക്കും അവള് സ്കൂളിൽ വരാത്തത്? ഇതൊക്കെ നമുക്ക് ചിന്തിച്ചൂടെ? നമുക്കിതെല്ലാം ചിന്തിക്കാം. And let's write that in our answer. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. സാഷ ഇങ്ങനെ ചിന്തിക്കാണ്. Why did the girl did not accept my ഉണ്ണിയപ്പം? ഫസ്റ്റത്തെ ചിന്ത തന്നെ അതായിക്കോട്ടെ. കാരണം എല്ലാവർക്കും ഉണ്ണിയപ്പം കൊടുത്തു. സാഷ എല്ലാവരും ഉണ്ണിയപ്പൊക്കെ എന്ത് ചെയ്തു? ഭംഗിയായിട്ട് ആസ്വദിച്ച് കഴിച്ചു. നവീന് കുറെ കറമുറ പറഞ്ഞ് എന്ത് ചെയ്തു? കുറേ അങ്ങനെ എടുത്ത് കഴിച്ചു അല്ലെ? അപ്പൊ സാഷ ഇങ്ങനെ ചിന്തിക്കാണ്. Why did the girl did not accept my ഉണ്ണിയപ്പം? Why? എന്തുകൊണ്ടായിരിക്കും ആ ഗേള് ഞാൻ കൊടുത്ത ഉണ്ണിയപ്പം വാങ്ങാതെ പോയത്, ആക്സെപ്റ്റ് ചെയ്യാതെ പോയത്? Why did she come to the school? എന്തിനായിരിക്കും അവള് സ്കൂളിലേക്ക് വന്നത്? അവള് സ്കൂളിലേക്ക് വന്നത് എന്തിനാണോ? Where could be she this time? ഈ ഒരു സമയത്ത് ആ കുട്ടി എവിടെയുണ്ടാകും? ഇപ്പോഴാ കുട്ടി എവിടെയായിരിക്കും? അവൾ എവിടെയുണ്ടാകും? Next time when I meet her, I want to talk to her. Next time, അടുത്ത പ്രാവശ്യം ഞാൻ അവളെ കാണുമ്പോൾ എന്തായാലും എന്ത് ചെയ്യണം? I must talk to her. I want to talk to her. ഞാൻ അവളോട് എന്തായാലും സംസാരിക്കും. അപ്പൊ എന്തായാലും അവളെ കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ നെക്സ്റ്റ് ടൈം ഞാൻ അവളെ കാണുമ്പോൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും I will talk to her. ഞാൻ എന്തായാലും എന്ത് ചെയ്യും? ഞാൻ അവളോട് സംസാരിക്കും. ഇത്രയും കാര്യങ്ങൾ എഴുതിയ എന്താണ് സത്യം? നമ്മുടെ ഉത്തരം സെറ്റ്. ഓക്കെ, is it okay? യെസ്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒന്ന് എഴുതി നോക്കാം. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ കുറെ കൂടി നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന എല്ലാ പോയിന്റ്സും എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നോ മാറ്റർ, ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ ആണോ? അപ്പൊ ഇനി ഇതേപോലുള്ള മറ്റു ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് എന്ത് ചെയ്യും? നെക്സ്റ്റ് വീഡിയോയിൽ I will be back. Okay, താങ്ക് യു.